എന്നും രണ്ട് സാരിയുമായി പഠിപ്പിക്കാൻ പോകേണ്ടി വന്ന ഒരു ടീച്ചറിന്റെ കഥ നിങ്ങൾക്കറിയാവോ? ബാ കുഞ്ഞു പറഞ്ഞുതരാം. പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നത് പോലും തെറ്റായി കണ്ടിരുന്ന കാലം. പക്ഷേ ഒരു പെൺകുട്ടി മാത്രം മാറി ചിന്തിച്ചു. 9-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ അവൾ തന്റെ ഭർത്താവിൽ നിന്ന് രഹസ്യമായി വിദ്യാഭ്യാസം നേടി. അങ്ങനെ അവൾ എഴുതാനും വായിക്കാനും പഠിച്ചു. 17-ാം വയസ്സിൽ അവൾ ഒരു തീരുമാനമെടുത്തു. വിദ്യാഭ്യാസം പെൺകുട്ടികളുടെയും അവകാശമാണ്. അതിനുവേണ്ടി അവൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയായി. പക്ഷേ സമൂഹം അവൾക്ക് എതിരായിരുന്നു. എന്നും രാവിലെ അവൾ സ്കൂളിലേക്ക് നടക്കുമ്പോൾ ആളുകൾ അവളെ പരിഹസിച്ചു. കല്ലും ചെളിയും അവളുടെ നേരെ എറിഞ്ഞു. പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതായിരുന്നു അവളുടെ പ്രശ്നം. അതിനാലാണ് അവൾ ഓരോ ദിവസവും ഒരു സാരി കൂടി കരുതിയിരുന്നത്. ഒന്ന് വഴിയിൽ ആൾക്കാരുടെ എതിർപ്പ് ഏറ്റുവാങ്ങാനും, മറ്റൊന്ന് സ്കൂളിലെത്തി മാറി ധരിക്കാനും. എങ്കിലും അവൾ ഒരിക്കലും തോറ്റുകൊടുത്തില്ല. 1848 പൂനെയിൽ ഇന്ത്യയുടെ ആദ്യത്തെ പെൺകുട്ടികളുടെ സ്കൂൾ ആരംഭിച്ചു. അതിനുശേഷം അവൾ പെൺകുട്ടികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പല സ്കൂളുകളും തുടങ്ങി. ഇന്ത്യയിൽ പ്ലേഗ് മഹാമാരി പടർന്നപ്പോൾ അവൾ രോഗികളെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നു. അതിനിടെ അവൾക്കും രോഗം ബാധിച്ചു. അങ്ങനെ അവൾ ഈ രോഗത്തോട് വിട പറഞ്ഞു. പക്ഷേ അവൾ തുടങ്ങി വെച്ച മാറ്റം കോടിക്കണക്കിന് പെൺകുട്ടികളുടെ ജീവിതം മാറ്റി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ആ അധ്യാപികയാണ് സാവിത്രിബായി ഫൂലെ. അടുത്ത കഥയ്ക്കായി ഫോളോ ചെയ്യൂ.